നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്തായിരുന്നു? ഒരു പാർട്ടിക്കിളിനെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൺസർവേറ്റീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത് എങ്കിൽ അവിടുത്തെ വർക്ക് എങ്ങനെയായിരിക്കും? ഈ ഒരു പാർട്ടിക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനെയും, അതായത് ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പാത്ത്, അതായത് ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ പാത്ത് ഫോളോഡ് ബൈ ദ പാർട്ടിക്കിൾ എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, അതായത് ഒരു പാർട്ടിക്കിളിനെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത എൻറ്റയർ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ ടെക്സ്റ്റിലുള്ളത് വായിക്കാം. A force is said to be non-conservative when the work done by that force to move a particle from one position to another depends on the path of motion of the particle between the two positions. അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും ഒക്കെയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. അതിനു വേണ്ടി നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം, ഇങ്ങനെ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജി അതിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മായിരിക്കുമെന്ന് അറിയാം. നമ്മൾ മുന്നേ അത് പഠിച്ചതാണ്. അതായത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്നാൽ എനർജി ഫംഗ്ഷനാണ്. ഇ എന്നുള്ള ലെറ്റർ വെച്ചാണ് നമ്മളതിനെ സൂചിപ്പിക്കുക. ഇ ഈക്വൽ ടു കെ പ്ലസ് യു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കെ എന്നുള്ളത് കൈനറ്റിക് എനർജിയും യു എന്നുള്ളത് പൊട്ടൻഷ്യൽ എനർജിയുമാണ്. നമുക്കറിയാം, ഈ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്നുള്ളത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലുള്ള ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ കാര്യത്തിൽ കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ ടോട്ടൽ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡെൽറ്റ ഇ എന്നുള്ളതാണ് നമ്മൾ ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജിയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ഇ ഈക്വൽ ടു ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സംസാരിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലുള്ള മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ കാര്യം. ഇക്വേഷൻ 16 ആണ് ഇപ്പം ഡെൽറ്റ ഇ ഈക്വൽ ടു 0 എന്ന് കാണിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്കിപ്പോൾ അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? നോൺ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. അപ്പോൾ ഈ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രിക്ഷൻ കൂടെ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ അവിടെ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് എന്തായാലും സംഭവിക്കുന്നുണ്ടാകും. ആ വർക്കിനെ നമുക്ക് WF എന്ന് എടുക്കാം. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന വർക്കാണ്. സോ നമുക്ക് WF എന്ന് എടുക്കാം. അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു വർക്കാണ് അല്ലേ? ഇവിടുത്തെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് WF എന്നുള്ളത് എടുക്കാം. WF എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സും ഉണ്ട്, അതുപോലെ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടും സമ്മായിരിക്കും ആ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ വർക്ക് ഡൺ. അതിന് നമുക്ക് WF പ്ലസ് WC എന്ന് പറയാം. WC എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ട് ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ WCയും WFൻ്റെയും സമ്മ്. അപ്പോൾ അതാണ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ. അപ്പോൾ നമുക്ക് വർക്ക് എനർജി തിയറം വെച്ചിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടുത്തെ കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വലാണ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് WF പ്ലസ് WC ആണ്. അത് ഈക്വൽ ടു ഡെൽറ്റ കെ എന്ന് എഴുതാം. ഡെൽറ്റ കെ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. പിന്നെ നമുക്കറിയുന്ന വേറൊരു കാര്യമാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ചെയ്യുന്ന വർക്ക്, അതായത് വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ചിന് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വലാണ്. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് WC ആണ് നമുക്കറിയാം.
അപ്പോൾ ഇവിടെ നിന്ന് ഈ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡബ്ല്യു സി എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് ഡബ്ല്യു സിക്ക് മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിന് മുന്നത്തെ ആ ഒരു ഇക്വേഷനിൽ വർക്ക് എനർജി തിയറത്തിൻ്റെ ഇക്വേഷനിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഡബ്ല്യു എഫ് മൈനസ് ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ കെ എന്ന് എഴുതാം. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു എഫ് എന്ന് എഴുതാം. അത് ഇക്വേഷൻ നമ്പർ 17 ആണ്. ഇക്വേഷൻ 17 നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇതിൻ്റെ പ്രസൻസ്, അതായത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആവില്ല, കൺസേർവ്ഡ് ആവാത്തൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ ടോട്ടൽ മെക്കാനിക്കൽ എനർജി, ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് സീറോ അല്ലാത്ത നോൺ സീറോ ആയ ഒരു വാല്യൂ നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റും. ഇവിടെ അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഡെൽറ്റ ഇ ഈക്വൽ ടു ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ആണ്. അത് പറഞ്ഞാൽ ഡബ്ല്യു എഫ് ആണ്. ഡബ്ല്യു എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രിക്ഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന വർക്ക് ഡൺ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന, അതായത് ഈ നമ്മുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ, അതായത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസേർവ്ഡ് അല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിൽ ചേഞ്ച് വരുന്നത് അവിടെയുള്ള ഈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന, ആ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കിന് ഈക്വൽ ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കും അതിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ഹെൻസ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി വിൽ നെവർ റിമെയിൻ കൺസേർവ്ഡ് ആൻഡ് ഇറ്റ് ചേഞ്ചസ് ബൈ എൻ എമൗണ്ട് ഈക്വൽ ടു ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇവിടെ അത് ഡബ്ല്യു എഫ് ആണ്, ഡബ്ല്യു എഫിന് ഈക്വൽ ആണ് ഡെൽറ്റ ഇ. അതിന് കാരണം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. സോ ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ചെയ്യുന്ന വർക്കാണ് ഡബ്ല്യു എഫ്. പിന്നെ നമുക്ക് ഇവിടെ ഇ ഡാഷ് എന്ന് നമുക്ക് ഫൈനൽ മെക്കാനിക്കൽ എനർജീനെ സൂചിപ്പിക്കാം, ഇ ഡാഷ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇ ഡാഷ് മൈനസ് ഇ ഈക്വൽ ടു ഡബ്ല്യു എഫ് എന്ന്, ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി. അതായത് ഡെൽറ്റ ഇക്ക് പകരം ഇ ഡാഷ് മൈനസ് ഇ എന്ന് എഴുതാം. ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൽറ്റ ഇ എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ മെക്കാനിക്കൽ എനർജീനെ ഇ ഡാഷ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇനീഷ്യലിലുള്ളത് ഇ ആണെങ്കിൽ ഇ ഡാഷ് മൈനസ് ഇ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് ഡബ്ല്യു എഫ് എന്ന് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഡബ്ല്യു എഫ് എന്നുള്ളത് എപ്പോഴും നെഗറ്റീവാണ് വരിക എന്നുള്ളത്. നെഗറ്റീവ് വരണമെങ്കിൽ അപ്പോൾ ഇ ഡാഷ് എങ്ങനെയാവണം, ഇ ഡാഷ് ലെസ് ദാൻ ഇ ആയാൽ മാത്രമേ നമുക്ക് ഡബ്ല്യു എഫ് നെഗറ്റീവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, ഫൈനൽ മെക്കാനിക്കൽ എനർജിയാണ്. ഫൈനൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജിനേക്കാളും ലെസ് ആയിരിക്കണം, എങ്കിലാണ് നമുക്ക് ഡബ്ല്യു എഫ് നെഗറ്റീവായിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ, നെഗറ്റീവായിട്ടേ വരാൻ പാടുള്ളൂ ഡബ്ല്യു എഫ്. അപ്പോൾ അങ്ങനെയാണ് ഇ ഡാഷ് ലെസ് ദാൻ ഇ ആണ്. അല്ല, ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മെക്കാനിക്കൽ എനർജി, ഇ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി. ഈ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയുടെയും അതുപോലെ അവിടെ ഹീറ്റിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്ന എനർജിയുടെയും സമ്മ് ആയിരിക്കും. ആ സമ്മ്, അതായത് ആ ടോട്ടൽ എനർജി എന്നുള്ളത് എപ്പോഴും കൺസേർവ്ഡ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൾവേസ് കൺസേർവ്ഡ് വൈൽ ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ് ഓൺലി ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായത് എന്താ, കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ മാത്രമാണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആവുള്ളൂ. പക്ഷേ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കൺസേർവ്ഡ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി നമ്മൾ പഠിച്ചു, അത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ മാത്രമാണ് കൺസേർവ്ഡ് ആയിരിക്കുന്നത്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ ആ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയുടെയും അതുപോലെ എനർജി ലോസ്റ്റ് ആസ് ഹീറ്റിൻ്റെയും സമ്മാണ്. ആ ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കൺസേർവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. അത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആയിക്കോട്ടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആയിക്കോട്ടെ, എവിടെയോ ആയിക്കോട്ടെ. അപ്പോൾ അത് എപ്പോഴും കൺസേർവ്ഡ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ടോട്ടൽ എനർജി എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്.